ശബരിമലയിൽ 2014 നടന്ന ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം പ്രവചിച്ചിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. കൊടിമരം മാറ്റാൻ നിർദ്ദേശം നൽകിയതും ഈ ദേവപ്രശ്നത്തിലായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് 2014 ജൂൺ 18 നടത്തിയ ദേവപ്രശ്നത്തിലാണ് കൗതുകകരമായ കാര്യങ്ങളുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രവചനമാണ് അന്നത്തെ ദേവപ്രശ്നത്തിൽ ഉണ്ടായിരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപായം, വ്യവഹാരം, ഒപ്പം തന്നെ ജയിൽവാസം, മാനഹാനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച ചാർട്ടിൽ ഈ കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജയിൽവാസവും വ്യവഹാരമായ കേസ് നടത്തിപ്പും ഒക്കെയായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവചനത്തിൽ ഒരു കൗതുകം എല്ലാവരും കാണുന്നത്. അതിനൊപ്പം തന്നെ അതേ ദേവപ്രശ്നത്തിലായിരുന്നു ശബരിമല സന്നിധാനത്തെ കൊടിമരം മാറ്റണമെന്ന നിർദ്ദേശവും വന്നത്. അതും 2014 ശബരിമലയിലെ ആ സമയത്തുള്ള കൊടിമരത്തിൻ്റെ മുകളിൽ അനാവശ്യമായ ലേപനങ്ങൾ ഉണ്ടെന്നും കൊടിമരം ജീർണാവസ്ഥയിലാണെന്നുമായിരുന്നു അന്നത്തെ ദേവപ്രശ്നം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 2017 പുനഃപ്രതിഷ്ഠ നടത്തിയത്. ശബരിമലയിലെ ആഴി സംബന്ധിച്ചും അതിൻ്റെ സ്ഥാനം മാറ്റരുതെന്നുള്ള നിർദ്ദേശം ദേവപ്രശ്നത്തിലുണ്ടായിരുന്നു. 18-ാം പടിയിൽ ഒരു മാറ്റവും വരുത്തരുത്, 18-ാം പടിയുടെ സ്ഥാനം മാറരുത്, അളവ് മാറരുത്, 18-ാം പടിയുടെ മുകളിലുള്ള പ്രത്യേകമായ മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങൾ അനാവശ്യമാണ്, അത് ദേവഹിതത്തിന് അനുകൂലമല്ല എന്നുള്ള വിവരങ്ങളും ആ ദേവപ്രശ്നത്തിലുണ്ടായിരുന്നു. വേണമെങ്കിൽ കൈവരി പണിയാം, പക്ഷേ അത് ശിലയിലോ 18-ാം പടിയോ ബാധിക്കാത്ത രീതിയിൽ വേണം എന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ക്ഷേത്രത്തിൽ അഭിഷേകത്തിന് എത്തുന്ന വസ്തുക്കളിൽ മാലിന്യം കലരുന്നുണ്ട് എന്നുള്ള കാര്യവും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു. ഏതായാലും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ദേവപ്രശ്നമാണ് 2014 നടത്തിയിരുന്നത്.